നമസ്കാരം. ഒരുപാട് ആൾക്കാര് ഞാൻ കഴിഞ്ഞ തവണയൊക്കെ വീഡിയോ ചെയ്താണെങ്കിലും ഒരുപാട് ആൾക്കാര് തിരുമേനി നമ്മൾ കൃത്യമായി പൂവിട്ടൊക്കെ തുടങ്ങി. ഈ ഉത്രാട ദിനം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ച്, തിരുവോണം രാവിലെ വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നൊക്കെ ചോദിച്ച്, ഉത്രാടത്തിൽ എന്തൊക്കെ ഒരുക്കണം എങ്ങനെയൊക്കെ ചോദിച്ച് കുറെ പേര് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഉത്രാട ദിനത്തിൽ ഒരുക്കാനുണ്ട് നമുക്ക്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ 10 ദിവസവും അത്തം തൊട്ട് 10-ാം ദിവസം തിരുവോണം വരെ ഓരോ ദിവസവും നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ, നമ്മൾ പൂക്കളം ഇടുക എന്ന് പറഞ്ഞു. സത്യത്തിൽ എന്തിനാ പൂവ് ഉപയോഗിക്കണേ? പൂവെന്ന് പറഞ്ഞൊരു പൂജയ്ക്ക് ഉപയോഗിക്കും. നമ്മൾ സാധാരണ ഹൈന്ദവ വിശ്വാസപ്രകാരം പൂക്കളെല്ലാം പൂജകൾക്കാണ്. എന്നാണോ പൂക്കളത്തിന് മത്സരം ഏർപ്പെടുത്തി തുടങ്ങിയത്, അന്ന് തൊട്ട് ശരിക്കും യഥാർത്ഥമായി നിൽക്കുന്ന ഓണത്തിന്റെ പൂവിടുന്ന പൂജ എന്ന് പറഞ്ഞാൽ ശരിക്കും അന്യം നിന്ന് പോയി. അതാണ് സത്യം. ആക്ച്വലി ഇത് ചാണകം മെഴുകിയ തറയിലകത്ത് ഒരു തുളസിപ്പൂ വെച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ വരികൾക്ക് എണ്ണം പറഞ്ഞ്, ഓരോ നിറങ്ങൾക്ക് എണ്ണം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഓരോ നിറങ്ങളും ഓരോ ദിവസവും ഇപ്പൊ ചോതി കഴിഞ്ഞാൽ ചുവന്ന പൂവ്, വിശാഖം കഴിഞ്ഞ ഇന്ന പൂവ്, അങ്ങനെ പറയുന്ന ഓരോ ദിവസങ്ങളും ഓരോ പൂക്കൾ പോലും പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ സങ്കല്പിക്കുന്ന പീഠത്തിലേക്ക്, കാരണം നമ്മൾ അത്തത്തിൽ ഒരു ചാണകം കൊണ്ട് ഒരു പീഠമുണ്ടാക്കി വെച്ചു. പീഠം എന്ന് പറഞ്ഞാൽ നിലത്ത് ചാണകം മെഴുകുന്ന ഒരു പീഠം തന്നെയാണ്. ആ പീഠത്തിലേക്ക് നമ്മൾ ആ പീഠപൂജ പോലെ ഭഗവാനെ പൂജ കഴിച്ചിരിക്കുന്നതിന് തത്തുല്യമായിട്ട് മന്ത്രോപാധികളില്ലാത്ത പൂജകൾ എന്തുമാത്രം ഉണ്ട്, ഒരുപാടുണ്ട്. അതിനൊന്നും മന്ത്രങ്ങൾ വേണമെന്നില്ല. അപ്പൊ അങ്ങനെ പൂക്കളമിട്ട് ആ 10-ാം ദിവസം ആ ഭഗവാനെ ഐശ്വര്യത്തിന്റെ, നന്മയുടെ, ശ്രേഷ്ഠതയുടെ, സൗഭാഗ്യത്തിന്റെ, സന്തോഷത്തിന്റെ, ഒത്തൊരുമയുടെ ആ ഭഗവാനെ നമ്മളുടെ കുടുംബത്തേക്ക് ആവാഹിച്ചിരുത്താൻ വേണ്ടി, നമ്മുടെ ജീവിതാവസാനം വരെ സൗഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ 10 ദിവസം പീഠം പൂജിച്ച് വെച്ചേക്കുക. അപ്പൊ ഉത്രാടത്തിന്റെ അന്ന് പൂവിട്ട് കഴിഞ്ഞാൽ അത് അവസാനിക്കുക. പിറ്റേ ദിവസം തിരുവോണം അദ്ദേഹം വരികയാണ്. ഉത്രാടത്തിന്റെ അന്ന് വൈകുന്നേരം തന്നെ, ഏകദേശം ഒരു വൈകുന്നേരം ഒരു 3 മണി, സന്ധ്യ ആകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 3 മണി 4 മണി ആക്കുമ്പോൾ മിറ്റം പരിസരം, ഫ്ലാറ്റുകളാണ് വീടുകൾ, ഫ്ലാറ്റിനുള്ളിലൊക്കെ അടിച്ചു വാരി വൃത്തിയായിട്ട് തളിച്ച് നമ്മൾ ഇട്ടിരുന്ന പൂവ് എല്ലാം മാറ്റി, നമ്മൾ കംപ്ലീറ്റ് പൂവൊക്കെ മാറ്റി ആ ചാണകം മെഴുകിയ തറ അല്ലെങ്കിൽ ആ സ്ഥലം അതുപോലെ തന്നെ സൂക്ഷിച്ച് വീണ്ടും ചാണകമൊക്കെ മെഴുകി അതിന്റെ പരിസരത്ത് ശരിക്കും തുമ്പപ്പൂവും ആ തുമ്പ പറിച്ച ആ ചെടി ഉൾപ്പെടെയുള്ള ആ തുമ്പക്കുടം എന്നൊക്കെ പറയും, അതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ച് തൃക്കാക്കരപ്പന വാമനമൂർത്തിയെ സങ്കല്പിച്ച് പ്രതിമകൾ വെച്ച് നമ്മൾ എന്താ പറയണേ, ചന്ദനം പൂവ്, ചന്ദനം വെക്കും, തുളസിപ്പൂ വെക്കും, അക്ഷതം വെക്കും. പലരും അക്ഷതം എന്ന് പറഞ്ഞാൽ നെല്ലും അരിയും കൂടിയ മിശ്രിതമാണ്. അക്ഷതം വെക്കും, കിണ്ടിയിൽ വെള്ളം വെക്കും, ഇത്യാദി സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കാനുള്ള സാധനം എല്ലാം അതിന്റെ പരിസരത്ത് ഒരുക്കി വെക്കും. ആ കൂടെ ഒരു കോടി വസ്ത്രം വെക്കും, അരിമാവ് കലക്കിയത് വെക്കും, ഇരിക്കാനൊരു പലക വെക്കും, ആവണിപ്പലകയാണ് വേണ്ട, ഇല്ലെങ്കിൽ എന്തെങ്കിലും പലകകൾ വെക്കും. ഇതെല്ലാം റെഡിയാക്കി നമ്മൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ, അതിരാവിലെ തലേ ദിവസം അടിച്ചു വാരി തെളിച്ചാൽ പിറ്റേ ദിവസം നമ്മൾ തളിച്ചാൽ മാത്രം മതി. പിറ്റേ ദിവസം രാവിലെ ഭഗവാൻ വരുന്ന സമയത്ത് അടിക്കാൻ നിൽക്കരുത്. തിരുവോണത്തിന്റെ അന്ന് തളിച്ചാൽ മാത്രം മതി. അങ്ങനെ വൃത്തിയാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ട് പിറ്റേ ദിവസത്തെ ഈ സദ്യ ഒരുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അന്ന് സദ്യക്ക് ഒരു സദ്യ വേണം. സദ്യ ഇല്ലാതെ പറ്റില്ല, കാരണം സദ്യ അതിന്റെ പ്രാധാന്യം തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി അടുക്കള വൃത്തിയായി തുടച്ച് വൃത്തിയായി കഴുകിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അനാവശ്യമായി നിൽക്കുന്ന പാത്രങ്ങളും വേസ്റ്റുകളും ഒക്കെ പുറത്ത് കളഞ്ഞ് കിഴക്ക് തെക്ക് ഭാഗത്ത് ഒരു നിലവിളക്കൊക്കെ പീഠത്തിനകത്ത് വെച്ച്, കാരണം ആദ്യം ഭഗവാന് വിളമ്പിയിട്ട് മാത്രം നമുക്ക് വിളമ്പാൻ പാത്രം അത് റെഡിയാക്കി വെച്ച് ഇലകളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എല്ലാം ചെയ്ത് നമ്മളെന്താ ഓണത്തിന് റെഡിയാവുകയാണ്, ഭഗവാനെ സ്വീകരിക്കാൻ റെഡിയാണ്. അപ്പം അതുപോലെ തന്നെ വൈകുന്നേരം ആവുമ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെക്കുകയും, അതുപോലെ തന്നെ എന്താ പറയുന്നത്, നാമജപാദികൾ ധാരാളമായി വൈകുന്നേരം നാമം ജപിച്ച്, വൈകുന്നേരമൊക്കെ നെയ്വിളക്ക് ഇട്ട് ഒരു 5 തിരിയൊക്കെ കത്തിക്കുന്നത് വളരെ കേമാണ്. ഇതെല്ലാം ചെയ്ത് തിരുവോണത്തിന് റെഡിയാക്കുക. അടുക്കള ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ദിവസമാണ്, വളരെ ശുചിയായി സൂക്ഷിക്കേണ്ട ദിവസമാണ്. കാരണം തെക്കുകിഴക്ക് ഭാഗത്ത്, അടുക്കളയുടെ തന്നെ തെക്കുകിഴക്ക് ഭാഗത്ത് ഒരു നിലവിളക്കൊക്കെ വെച്ച് റെഡിയാക്കി വെക്കുക. അന്നേരം കത്തിക്കണമെന്നില്ല, പിറ്റേ ദിവസം രാവിലെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും പിറ്റേ ദിവസത്തേക്കുള്ള തയ്യാറാക്കുക എന്നുള്ളതാണ്.
ആ, വൈകുന്നേരം ഇതെല്ലാം റെഡിയാക്കി നമ്മൾ വിഷുക്കണി ഒരുക്കണ പോലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. കാരണം രാവിലെ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല. കാരണം രാവിലെ അത്രയും വലിയ മുഹൂർത്തമാണിത്. തിരുവോണത്തിലെ ചടങ്ങുകൾ വേറൊരു വീഡിയോയിൽ പറയാം. എങ്കിൽ പോലും അപ്പോൾ ഉത്രാടത്തിന് അങ്ങനെയെല്ലാം റെഡിയാക്കാം. വൈകുന്നേരങ്ങളിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ 1/4 മണിക്കൂറെങ്കിലും നാമം ജപിക്കുന്നത് നല്ലതാണ്. മനസ്സിലാവുന്നുണ്ട്. 1/4 മണിക്കൂറെങ്കിലും നാമം ജപിക്കണം. വാമനായ നമ എന്നുള്ള ജപിക്കാം, നാരായണായ നമ എന്ന് ജപിക്കാം, വാസുദേവായ എന്ന് ജപിക്കാം, മഹാലക്ഷ്മിയെ നമ എന്ന് ജപിക്കാം. ഇത്യാദി മന്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. വാമനായ നമ എന്നുള്ള നാമം ഇതെല്ലാം മഹാവിഷ്ണു സങ്കല്പത്തിലാണ്. വാസുദേവായ നമ, കാരണം വാസുദേവൻ തന്നെയാണ്. നാരായണായ നമ എന്ന് ജപിക്കാം, മഹാലക്ഷ്മിയെ സങ്കല്പിക്കാം. ഇവരെയൊക്കെ ജപിച്ച് നാമജപാദികളൊക്കെ ചെയ്യാം. വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കാം. ഇതൊക്കെ ചെയ്യാവുന്ന അവസ്ഥകൾ ധാരാളമായിട്ട്. അതൊക്കെ ചെയ്ത് വളരെ കേമായിട്ട് നാമജപമൊക്കെ ജപിച്ച് ആ പുണ്യമായ മുഹൂർത്തത്തിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി അന്നും വൈകുന്നേരം ഈ പറഞ്ഞ പോലെ വീട്, പരിസര, റൂമുകൾ എല്ലാം വൃത്തിയാക്കുക. റൂമിനകത്തുള്ള ചീത്ത വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പൊ കഴുകാനുള്ളതാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിടുക. എന്താ പറയുക, ഈ അഴയിലും മറ്റുമൊക്കെ ഉള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റിയിടുക. പൊട്ടിയതും ചെളുങ്ങിയതുമായ പാത്രങ്ങളൊക്കെ മാറ്റുക. അങ്ങനെ ഗംഭീരമായിട്ട് വീടും പരിസരവും അകവും വൃത്തിയായി സൂക്ഷിച്ചിരിക്കുക എന്നുള്ളതാണ്. വളരെ കേമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ പറയുക, ഈ ഓണസദ്യ തന്നെ നമ്മൾ ചെയ്യുമ്പം അതിന് പോലും ഒരു പൂജാക്രമം ഉണ്ട് എന്നാ പറയുന്നത്. അതിന് പോലും ഒരു പൂജാക്രമം ഉണ്ട്. കാരണം അന്നത്തെ ദിവസം ഇത് മസ്റ്റാണ്, വേണം. 4 കൂട്ടം എന്നാ പറയണത്. 4 കൂട്ടായാൽ മതി. ഒരു തോരനും ഒരു ഉപ്പേരി, ഒരു കൂട്ടാനും ഒരു മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ പോലും സദ്യയായി. പായസമൊന്നും വേണം നിർബന്ധമില്ല. 4 കൂട്ടം കൂട്ടാൻ കൂട്ടി ഭക്ഷണം കഴിക്കണം എന്നാണ് ഓണത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ. അപ്പൊ അത് വൃത്തിയായിട്ട് അതിനുള്ള സാഹചര്യങ്ങൾ, പാത്രങ്ങളെല്ലാം ഒരുക്കി റെഡിയാക്കി വെക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഓണം ആണ് ഇപ്പൊ എല്ലാവരും സദ്യ ഓർഡർ ചെയ്യുകയാണ്. പലരും ആൾക്കാരുടെ എനിക്കറിയാം. പക്ഷെ സദ്യ ഓർഡർ ചെയ്താലും നിങ്ങളൊരല്പമെങ്കിലും അരി അന്നത്തെ ദിവസം തിരുവോണത്തിന്റെ അന്ന് വെച്ചിരിക്കണം. തിരുവോണത്തിന്റെ അന്ന് അരി വെക്കാതെ അടുപ്പ് പട്ടിണിക്കിടരുത്. രാവിലെ ഇപ്പൊ നമ്മൾ കാപ്പി ഉണ്ടാക്കി, കാപ്പി കുടിച്ചു, ഉടനെ നമ്മൾ ഓർഡർ ചെയ്തു, സാധനം കൊണ്ടുവന്നു, നമ്മളത് കഴിക്കണു, നമ്മൾ പോകുന്നു. വൈകുന്നേരം അതിന്റെ ബാക്കി കഴിക്കണു, ഇല്ലെങ്കിൽ പുറത്തു പോയി ഭക്ഷണം കഴിക്കണോ, ഇല്ല പുറത്ത് ഫംഗ്ഷൻ പങ്കെടുക്കണു. അങ്ങനെ ആകണ്ട. ഉരി അരിയെങ്കിലും നമ്മളന്ന് അടുപ്പത്ത് വെച്ചിരിക്കണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവോണത്തിന്റെ അന്ന് അത് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് വേണം. കാരണം സദ്യ വരുത്തിക്കോളൂ, സദ്യ കഴിച്ചോളൂ, അതിനൊന്നും വേണ്ട. ഉരി അരി നമ്മുടെ കുടുംബം, നമ്മുടെ അഗ്നിക്ക് പ്രാധാന്യം സങ്കല്പിച്ചും അഗ്നി ദേവതകളെ സങ്കല്പിച്ചൊക്കെയാണ് നമ്മൾ കൂടുതലും ഹോമങ്ങളും പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പം ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ അന്ന് അടുക്കള പട്ടിണി ഇടാതെ നമ്മൾ കുറച്ച് അരിയും കൂടെ വെക്കാവുന്ന, അത് അരി നമ്മൾ പാചകം ചെയ്ത് ഒരു അരി മതി. അത് മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വരുത്തിക്കോളൂ. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന വളരെ കേമാണ്. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെ വേണം. അങ്ങനെയല്ല, ഇതെന്താ കാണാന്ന് വെച്ചാൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പലതും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ തലമുറയെ കണ്ടു പഠിപ്പിക്കുകയും കൂടിയുണ്ട് നമ്മുടെ മുത്തശ്ശന്മാരും മാതാപിതാക്കളും. എന്തിനാ ഈ ആചരണത്തിലൂടെ നമ്മൾ നിരീക്കൂ. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന കാലത്തെ സന്തോഷമോ സമാധാനമോ സ്വസ്ഥതയോ ഐശ്വര്യവും നമുക്ക് കിട്ടണ്ടോ? വിദ്യാഭ്യാസത്തിൽ നമ്മൾ അങ്ങ് കേമന്മാരാണ്. സമ്പത്ത് വരുന്നതിൽ അധികം കേമന്മാരാണ്. എന്ന് പറഞ്ഞ സ്വിച്ച് ഇട്ട എല്ലാം നടക്കുന്ന കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം. ഞെക്കിക്കഴിഞ്ഞ 1 മിനിറ്റ് കൊണ്ട് എത്ര ലക്ഷം വേണമെങ്കിലും അക്കൗണ്ടിലേക്ക് വരുന്ന കാലത്ത് ഇന്റർനെറ്റിന്റെ യുഗത്തിൽ ജീവിക്കണം. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും ഒക്കെ ജീവിച്ച ആ കാലത്തെ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ആചരണങ്ങളിൽ നമ്മൾ മാറി നിന്നിട്ടാണ്. നമ്മുടെ ആചരണങ്ങളിൽ നമ്മൾ മാറി നിൽക്കുമ്പം നമുക്ക് കിട്ടുന്ന സമാധാനം അന്യം നിന്നു പോവുകയാണ്. അപ്പൊ ഇത് കുട്ടികളിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കാനായിട്ട് മാതാപിതാക്കള് ആ ചടങ്ങുകളെല്ലാം വൃത്തിയായി അവരെയും കൂടെ മനസ്സിലാക്കി കാണിച്ച് സംയോജിപ്പിച്ച് എല്ലാവരും ഒത്തൊരുമോട് കൂടി ഉത്രാട ദിനത്തിലെ ഒരുക്കങ്ങൾ വളരെ കൃത്യമായി ചെയ്ത് ഉത്രാട ദിനത്തിലെ നാമജപാദികൾ ഒരുമിച്ച് ചെയ്ത് എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുമ്പോൾ ആ ഭഗവാന്റെ ഐശ്വര്യം ആ പരമ്പരകളുടെ ചിന്തകളിലേക്ക് ഇങ്ങനെ കടന്നു വരും. അങ്ങനെ ചെയ്യുന്നത് വളരെ കേമാണ്. അങ്ങനെ ഉത്രാടം അങ്ങനെ കേമായി നിൽക്കട്ടെ. അതിനുശേഷം തിരുവോണം ദിവസം അത് പറഞ്ഞു തരാൻ, ആ തിരുവോണ ദിവസം നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ആ രീതിയിലേക്ക് നമ്മുടെ ഓണത്തിന്റെ ഒരു ആചരണമായിട്ട് ഒരു കൃത്യമായി നിൽക്കുന്ന ഇതിലേക്ക് മാറട്ടെ. നമസ്കാരം. ഗോവിന്ദൻ.